ഇനി തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയയിൽ രശ്മി കാർത്തിക ഉണ്ട്. രശ്മി, 10:30 പ്രധാന സേവകൻ അവിടെ എത്തിച്ചേരുമെന്നുള്ളതാണല്ലോ നമുക്ക് അറിയാൻ സാധിച്ചിരുന്ന വിവരം. അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്, അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? ലക്ഷ്മി, കൃത്യസമയത്ത് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടേക്ക് എത്തും എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഞാനിപ്പോഴുള്ളത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ടെക്നിക്കൽ ഏരിയയിലാണ്. കൃത്യം 10:30 തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടേക്ക് എത്തും. അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിനായിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്. അകത്ത് തന്നെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ, രാജീവ് ചന്ദ്രശേഖർ, BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എന്നിവർ ചേർന്നായിരിക്കും അദ്ദേഹത്തെ സ്വീകരിക്കുക. ഇവിടെ അദ്ദേഹത്തിന് മറ്റ് പരിപാടികളൊന്നും തന്നെ തിരുവനന്തപുരത്ത് ഇല്ല. ഇവിടെ 10:30 തന്നെ കൃത്യം അദ്ദേഹം ഇറങ്ങിയതിന് ശേഷം ഹെലികോപ്റ്റർ മാർഗമാണ് ഇവിടെ നിന്നും നാഗർകോവിലേക്ക് പോവുക. നാഗർകോവിൽ 11 മണിക്കുള്ള സമ്മേളനം അദ്ദേഹം അഭിസംബോധന ചെയ്ത് സംസാരിക്കും. അവിടെ നിന്ന് വീണ്ടും തിരിച്ച് പത്തനംതിട്ടയിലേക്കായിരിക്കും അദ്ദേഹം പോവുക. അവിടെ ഉള്ള പൊതുപരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം പിന്നീട് അദ്ദേഹം വീണ്ടും തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തിയതിനു ശേഷമായിരിക്കും ഇവിടെ നിന്ന് തിരിക്കുക. ഇതാണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഷെഡ്യൂൾ. ഏതായാലും തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് പരിപാടികളൊന്നും തന്നെയില്ല. അദ്ദേഹം എത്തുന്നത് ഇവിടേക്കാണ്. വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലായിരിക്കും അദ്ദേഹം എത്തുക. കൃത്യം 10:35 തന്നെ അദ്ദേഹം എത്തും എന്നുള്ളൊരു വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എയർപോർട്ടിന്റെ പരിസരത്തൊക്കെ തന്നെ കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും പ്രധാനമന്ത്രിയുടെ പ്രധാന സേവകന്റെ വരവ് വലിയ ആവേശമാണ് BJP ക്യാമ്പുകളിലും മറ്റും ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം തുടർച്ചയായി അദ്ദേഹം എത്തുന്നു. നേരത്തെ തിരുവനന്തപുരത്ത് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പദയാത്രയുടെ സമാപന സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. അന്ന് കണ്ടതാണ് എത്രത്തോളം ആവേശമാണ് ഒരു BJP ക്യാമ്പുകളിൽ അദ്ദേഹത്തിന്റെ വരവോടുകൂടി ഉണ്ടായിരുന്നതെന്ന്. സെൻട്രൽ സ്റ്റേഡിയത്തിലെ പൊതുസമ്മേളനത്തിൽ അദ്ദേഹം അഭിസംബോധന ചെയ്ത സമയത്ത് ആ പൊതുസമ്മേളന വേദി നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നത് നമ്മൾ കണ്ടിരുന്നു. ആ സെൻട്രൽ സ്റ്റേഡിയത്തിന് പുറത്തും ആളുകൾ നിന്നാണ് അദ്ദേഹത്തിന്റെ പരിപാടി കാണാൻ, ഒരു ബിഗ് സ്ക്രീനിൽ അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടിയിട്ടും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നതിന് വേണ്ടിയിട്ടും ജനം തടിച്ചുകൂടിയത്. അത് BJP മാത്രമല്ല, ഇതര പാർട്ടികളിലുള്ളവരുടെ ഒരു പങ്കാളിത്തം പോലും നമുക്ക് ആ ഒരു സെൻട്രൽ സ്റ്റേഡിയത്തിലെ ആ ഒരു സമ്മേളന വേദിയിൽ കാണാനായി എന്നുള്ളതാണ്. അതിനുശേഷം അദ്ദേഹം നേരത്തെ തൃശ്ശൂരിൽ എത്തിയിരുന്നു. അവിടെ നമുക്ക് എത്രത്തോളം ആവേശം ജനങ്ങളിൽ ഉണ്ട് എന്നുള്ളത്, പൊതുജനങ്ങൾ എത്രത്തോളം സ്വീകാര്യതയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ വരവിനെ കാത്തിരിക്കുന്നത് എന്നുള്ളത് തൃശ്ശൂരിൽ നമ്മൾ കണ്ടതാണ്. പിന്നീട് അദ്ദേഹം കൊച്ചിയിൽ റോഡ് ഷോയിലൊക്കെ പങ്കെടുത്തപ്പോഴും അദ്ദേഹം എത്രത്തോളം ആവേശം NDA ക്യാമ്പുകൾക്കുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതായത് NDA സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം അതാദ്യമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാന സേവകൻ കേരളത്തിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തിന്റെ തുടർച്ചയായിട്ടുള്ള കേരള സന്ദർശനം അത് വലിയ രീതിയിലുള്ള ആവേശമാണ് കേരളക്കരയ്ക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം തുടർച്ചയായി എത്തുന്നു എന്നുള്ളതാണ്. ഇനി വരുന്ന മാസം 19-ാം തീയതിയും അദ്ദേഹം കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. റോഡ് ഷോയിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വരവും ഒരു പങ്കാളിത്തവും ഒക്കെ തന്നെ ജനങ്ങൾ വലിയ രീതിയിൽ അത് സ്വീകരിക്കുന്നുണ്ട്. ഒരു പക്ഷേ ലോക രാജ്യങ്ങളുടെ കിടപിടിക്കുന്ന തരത്തിൽ ഇന്ത്യ വികസിക്കുന്നു. ആ ഒരു ഇന്ത്യയുടെ വികസനം അത് പ്രധാനമന്ത്രിയിലൂടെ സാധ്യമാകുന്നു. കേരളം മറ്റൊരു പാർട്ടിയാണ് ഭരിക്കുന്നത്. 400-ൽ പരം സീറ്റുകളുമായി ഒരു ഭരണ തുടർച്ച പ്രതീക്ഷിക്കുന്നതും അതിൻ്റെ കടുത്ത ആത്മവിശ്വാസത്തിൽ തന്നെയാണ് NDA ക്യാമ്പ്. പ്രധാന സേവകനാണ്, ഏറ്റവും വലിയ സ്റ്റാർ ക്യാമ്പയിനർ എന്നുള്ളതാണ്. അദ്ദേഹം ഒന്ന് പത്തനംതിട്ടയിലെത്തുന്നു എന്നുള്ളതാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി. അതാണ് പത്തനംതിട്ടക്കാർക്കും വലിയ രീതിയിലുള്ള അഭിമാനം ആകുന്നത്. രശ്മിയാണ് വിവരങ്ങൾ നൽകിയതിന്.